ഇതാ അലിബ്ത, നീ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നീ എന്നെ ഓർക്കണം. നീ എന്നെ ഓർക്കണം. ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. നീ ദേഷ്യം പിടിക്കരുത്, അനാവശ്യ കാര്യങ്ങൾ പറയരുത്, നിൻ്റെ കൈകളെയും നാവിനെയൊക്കെ സൂക്ഷിക്കണം എന്ന കാര്യം നീ ഓർക്കണം. ഇദ്കുർനി ഇതാ അലിബ്ത, നീ എന്നെ ഓർക്കണം ദേഷ്യം പിടിക്കുന്ന സമയത്ത്. എന്നാൽ അദ്കുറുക ഇതാ അലിബ്ത, ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ എന്നെ ഓർക്കും. അതായത് നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ടും നമ്മളെ വീഴ്ചകൾ കൊണ്ടും നമ്മളുടെ കുറവുകൾ കൊണ്ടൊക്കെ നമ്മളെ ശിക്ഷിക്കാൻ അള്ളാഹു കോപം ഉണ്ടായിക്കൊണ്ട് നമ്മളിലേക്ക് വരുമ്പോൾ വെളിവായാൽ ആ സമയത്ത് അള്ളാഹു സാരില്ല എന്ന് വിചാരിക്കും. കാരണം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവന് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇവൻ അവൻ്റെ നാവിനെയും കൈകളെയും ഒക്കെ അടക്കി വെച്ചിട്ടുണ്ട്. ആ കാരണം കൊണ്ട് അള്ളാഹുവും ദേഷ്യപ്പെടൂല. ഫലാ ഉഹ്ലിക്കുക ഫീമൻ ഉഹ്ലിക്ക, അള്ളാഹു ആളുകളെ നശിപ്പിച്ച കുറേ ആളുകളെ ഇതുകൊണ്ട് അവൻ്റെ കോപം കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഇവനെ ഒരിക്കലും ഉൾപ്പെടുത്തൂല. എന്തുകൊണ്ട്? അവൻ കോപിക്കുന്ന സമയത്ത് ഇവൻ അവൻ്റെ നാവിനെയും അവൻ്റെ കൈകാലുകളെയും ഒക്കെ അടക്കി വെച്ചിട്ടുണ്ട്.